ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ചെന്നൈ സൂപ്പർ കിങ്സിനകത്തെ ഓൾറൗണ്ടർ റോളിൽ കളിക്കുന്ന താരമാണ് ശിവം ദൂബെ. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തുന്നത്. ബാറ്റ് കൊണ്ടോ ബൗൾ കൊണ്ടോ അതല്ലെങ്കിൽ ഫീൽഡിങ്ങിലോ ടീമിന് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിയില്ല. ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടില്ല, ബൗളിങ്ങിലും അവസരം ലഭിച്ചിട്ടില്ല. മാത്രമല്ല 2 ക്യാച്ചുകൾ അദ്ദേഹം ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സീസണിൽ മോശം പ്രകടനമാണ് ശിവം ദൂബെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ താരമായിരുന്ന മുരളി വിജയ് ഇപ്പോൾ വലിയ രൂപത്തിൽ ദൂബെയെ വിമർശിച്ചിട്ടുണ്ട്. എന്തിനാണ് ദൂബെക്ക് ഇത്രയധികം ഹൈപ്പ് എന്നുള്ളത് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് മുരളി വിജയ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ശിവം ദൂബെക്ക് ഇത്രയധികം ഹൈപ്പ് ലഭിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലെഗ് സൈഡ് ഷോട്ടുകൾ മാത്രം കളിക്കാൻ അറിയാവുന്ന താരമാണ് അദ്ദേഹം. ക്വാളിറ്റി പേസിനെതിരെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാറില്ല. ഇപ്പോൾ ബൗളിംഗ് ചെയ്യുന്നില്ല. ഫീൽഡിംഗ് ആവട്ടെ വളരെ നോർമലായ ഒരു ഫീൽഡിംഗ് ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് മുരളി വിജയ് പറഞ്ഞിട്ടുള്ളത്. അതായത് യാതൊരു തരത്തിലും അദ്ദേഹം ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ മുരളി വിജയ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ശിവം ദൂബെയേക്കാൾ മികച്ച പ്രകടനം പല യുവതാരങ്ങളും പുറത്തെടുക്കുന്നുണ്ട്. ഇന്നലെ രാമകൃഷ്ണ ഘോഷ് ഈ മത്സരത്തിൽ CSKക്ക് വേണ്ടി അരങ്ങേറിയിരുന്നു. നല്ല രൂപത്തിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏതായാലും ശിവം ദൂബെയെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന ഒരു സംശയം ഇപ്പോൾ ആരാധകർക്കിടയിൽ ജനിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.